അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെ പൂവൊക്കെ ഇട്ടേനോ, വെള്ളിങ്ങനെ ഇട്ടിനോ പൂക്കളൊക്കെ ഇപ്രാവശ്യം. അപ്പൊ അതിന്റെ നടുക്ക് നമുക്ക് സദ്യയും കൂടി റെഡിയാക്കണ്ടേ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആക്കിയ സ്ഥിതിക്ക് ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. കാരണം കുറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആക്കിയല്ലോ, അതുകൊണ്ട് അതിന്റെ കൂടെ സദ്യ കംപ്ലീറ്റ് ആകണ്ടെങ്കിൽ പായസം കൂടി വേണം അല്ലെ. അപ്പൊ ഇന്നത്തെ പായസത്തിന് ഒരു ചെറിയ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താന്നല്ലേ, നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡിമെയ്ഡ് പായസമാണ്. അതായത് പാലട പായസം മിക്സിന്റെ ഒരു പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്നെ ഇത്ര പ്രത്യേകതമായിട്ട് പറയാനുള്ളത്, ഇതെന്താ എല്ലാവർക്കും എളുപ്പത്തിലാക്കാൻ പറ്റുന്നില്ലേ. പക്ഷെ ചില ആൾക്കൊന്നും അത് കറക്റ്റ് ആയിട്ട് ആക്കാൻ അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് ഈ പായസം മിക്സ് വെച്ചിട്ട് പായസം ആക്കുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ഇന്നാക്കുന്ന പായസം ഏതാന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഞാൻ ഇന്നാക്കുന്നത് അരിപ്പാലടയാണ് കേട്ടോ. അപ്പോ ഇതൊരു ഇൻസ്റ്റന്റ് പായസം ആണെങ്കിലും ആക്കിയെടുക്കാൻ വേണ്ടി 20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അതുപോലെ ഏത് ബ്രാൻഡിന്റെ ആണെന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തതിന് ശേഷം 2 പാക്കറ്റിന്റെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 1 ലിറ്ററിന്റെ അളവിലാണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാൻ നമ്മളെ ആ കവറിൽ പറയാ 2 ലിറ്ററിന്റെ അളവിൽ പാലെടുക്കണം എന്നാണ്. പക്ഷെ 2 ലിറ്ററിന്റെ അളവിൽ എടുത്താൽ പായസം വെള്ളം പോലെയാവും കേട്ടോ. അതുകൊണ്ട് 1 ലിറ്ററിന്റെ അളവിൽ മാത്രം പാലെടുക്കുക. കഴിയുന്നതും വെള്ളം ചേർക്കാതെ പാലിൽ മാത്രം ഈ പായസം ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളെ പാലിവിടെ പതച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക്, അതായത് ഇത്രയും നേരം ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാട്ടോ ഉണ്ടായത്, അത് ഞാൻ പറയാൻ വിട്ടുപോയി തോന്നും. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പാല് പതിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പതിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇനി ഞാൻ ഡബിൾ ഹോസിൻ്റെ അരി പാലട മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ വെറും പാലട മിക്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഇത് അരി പാലട മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഷുഗർ ആയാലും, അതായത് അരിൻ്റെ ക്വാണ്ടിറ്റി ആയാലും എല്ലാം, അതായത് പാലടീൻ്റെ ക്വാണ്ടിറ്റി ആയാലും എല്ലാം കറക്റ്റ് ലെവലിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പാക്കറ്റ് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. എനിക്ക് എളുപ്പപ്പണിയായി തോന്നിയ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടത്, അതായത് തിളപ്പിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ 20 മിനിറ്റ്സ് തന്നെ നമ്മളിത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ട് അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് ഇത് ചൂടാക്കിയെടുക്കാം. ഇതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെനക്കെട്ട് കട്ട് ചെയ്ത് ഇതാക്കിയിട്ടൊക്കെ ചെയ്യുന്ന ടൈം, ഇത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒരു 20 മിനിറ്റ്സ് എടുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ടൈം നമുക്ക് ബാക്കിയുള്ള കറികളും വറവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോൾ അതുപോലെ നമ്മൾ ഓണം സീരീസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ഈ തിരുവോണത്തോടുകൂടി നമ്മൾ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ 10 ദിവസത്തെ വീഡിയോസ് എന്ന് പറയാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പായസം നോക്കുമ്പോഴേക്കും നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു പിഞ്ചിൻ്റെ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാലട മിക്സിൻ്റെ കവർ തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പപ്പണിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. റെസിപ്പി എങ്ങനെയുണ്ടായിരുന്നു? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. അധികം ആൾക്കാർക്കും അറിയില്ല ഈ പായസം മിക്സ് വാങ്ങിച്ചിട്ട് എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ആക്കാൻ. അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന്. അത് മാത്രമല്ല ഇന്ന് ഓണമല്ലേ, അപ്പൊ ബാക്കിയൊക്കെ റെഡിയാക്കി വരുമ്പോ പായസം ആക്കാനുള്ള ടൈം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് കൂടി ഒരു എളുപ്പ വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഓണം സീരീസിന്റെ എപ്പിസോഡ്സ് ഒക്കെ? ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും?
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ ഈ ഓണം സീരീസിൽ ഞാൻ ഓരോ ദിവസവും ഓരോ ലുക്കിലാണ് ഉണ്ടായത്. അത് നമ്മുടെ സെറ്റ് സാരിയിലും സെറ്റ് മുണ്ടിലും തന്നെ ആയിട്ടുള്ള ഡിഫറെന്റ് ലുക്കിലാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ അതിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ, അതായത് എല്ലാ ലുക്കും ടുഗെദർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് ലുക്കാ ഇഷ്ടമായെന്ന് കമന്റിൽ പറയാൻ വിട്ടുപോകരുത്. അതുപോലെ റെസിപ്പി എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ ഓണം സീരീസ് കഴിയാനായി കേട്ടോ. ഇനിയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ നല്ല വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.